ഒരു ക്രൈസ്തവൻ എന്ന നിലയിൽ ബി ജെ പി പ്രവർത്തിക്കാൻ എന്തെങ്കിലും ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടിട്ടുണ്ട്? ഈ നിമിഷം വരെ ഞാൻ അരിയുത്തറ ഇടവകക്കാരനാണ്. ഞാൻ തികഞ്ഞ ഈശ്വരവിശ്വാസിയാണ്. ഞാൻ പറയുന്നു, എൻ്റെ ജീവിതത്തിൽ ഇന്ന് വരെയും എനിക്ക് കിട്ടാത്ത വലിയ സ്വാതന്ത്ര്യം എനിക്ക് ബി ജെ പിയിൽ, എൻ്റെ മതസ്വാതന്ത്ര്യം, എൻ്റെ മതവിശ്വാസത്തിന് വലിയ സ്വാതന്ത്ര്യവും അർത്ഥവും, അതിലുപരി അതിനോടൊപ്പം നിന്ന് പ്രതികരിക്കാൻ എനിക്ക് കഴിഞ്ഞത് ബി ജെ പിയിൽ വന്നതിന് ശേഷമാണ്. ഈ ബി ജെ പിക്കാരൻ എന്ന നിലയിൽ പള്ളിയിലൊരു അകൽച്ച ഉണ്ടായിട്ടുണ്ടോ? അത് വിശ്വാസികൾക്കിടയിൽ ഒരു അകൽച്ച ഉണ്ടായിരുന്നു? നേരെ തിരിച്ചാണിപ്പോൾ. അങ്ങനെ ഉണ്ടായിരുന്നൊരു കാലഘട്ടം ഇല്ലയെന്ന് ഞാൻ പറയില്ല. പക്ഷേ എന്നോട് ഞാൻ ബി ജെ പിയിൽ ചേരാൻ തീരുമാനമെടുത്തപ്പോൾ ധാരാളം ആളുകൾ എന്നോട് പ്രത്യേകിച്ച് പത്രപ്രവർത്തക രംഗത്ത്, മാധ്യമ രംഗത്തൊക്കെയുള്ള ധാരാളം ആളുകൾ നല്ല ഭാവി ഉണ്ടായിരുന്ന ഒരു ചെറുപ്പക്കാരനാണ്. അതെ, അത് വെറുതെ ബി ജെ പിയിൽ ചേരാൻ പി സി ജോർജ് തീരുമാനമെടുത്ത പോട്ടെ, പക്ഷേ ഷോൺ ജോർജിനെ ഞങ്ങൾ അങ്ങനെയല്ല കരുതി. ഷോൺ ജോർജ് ഒത്തിരി ഭാവിയുള്ള ചെറുപ്പക്കാരനായിരുന്നു, വെറുതെ അത് കളഞ്ഞല്ലോ എന്ന് പറഞ്ഞ ഒത്തിരി ആളുകളുണ്ട്. അത് സ്നേഹം കൊണ്ട് പറഞ്ഞവരുണ്ട്, സഹതാപം കൊണ്ട് പറഞ്ഞവരുണ്ട്. പക്ഷേ ഇന്ന് ആരെങ്കിലും എന്നെക്കുറിച്ച് അത് പറയുന്നുണ്ട്? ആരും പറയുന്നില്ല. ആ പറഞ്ഞവരിൽ നല്ലൊരു ശതമാനം എന്നോട് വിളിച്ച് ഷോൺ എടുത്ത തീരുമാനം ഇത്രയും ശരിയായിരുന്നു, അല്ലെങ്കിൽ യു ആർ ഓൺ ദ റൈറ്റ് ട്രാക്ക് എന്നോട് മാറ്റി പറഞ്ഞവരാണ് 90%. സഭാ നേതൃത്വത്തിൻ്റെ സമീപനം എന്താണ്? ഇപ്പം മെത്രാന്മാർ, അച്ഛന്മാരെയൊക്കെ മൊത്തത്തിൽ ബി ജെ പിയുടെ സമീപനം എന്താണ്? ഷോണിനോടുള്ള സമീപനം? ബി ജെ പിയോടുള്ള സമീപനത്തിൽ വലിയ വ്യത്യാസം വന്നിട്ടുണ്ട്. 2, എന്നോടുള്ള സമീപനം. തീർച്ചയായിട്ടും ഞാൻ ബി ജെ പിയുടെ അടുത്ത് നിൽക്കുന്നതുകൊണ്ട് തന്നെ ഈ കാലഘട്ടത്തിനിടയിൽ ചെറുതും വലുതുമായ നിരവധി വിഷയങ്ങളിൽ സഭയ്ക്ക് വേണ്ടി സഭയുടെ ഒരു മുഖമായി നിന്നുകൊണ്ട് തന്നെ പാർട്ടിയിൽ ഇടപെടാൻ എനിക്ക് കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ സഭയ്ക്കുള്ളിൽ ഒരാവശ്യം വന്നാൽ ആദ്യത്തെ കോൾ വരുന്നത് എനിക്കാണ്. ആ ഒരു അഭിമാനമുണ്ട് എനിക്ക്. തീർച്ചയായിട്ടും ഞാൻ സഭയുടെ ഒരു വക്താവ് പോലെ അല്ല എങ്കിൽ പോലും സഭയുടെ ഒരു മുഖമായി ബി ജെ പിയിൽ നിൽക്കാനും ബി ജെ പിയുടെ ഒരു മുഖമായി സഭയിൽ നിൽക്കാനും എനിക്ക് കഴിയുന്നു എന്നുള്ളതാണ് എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയൊരു അഭിമാനമായി ഞാനിപ്പോൾ കാണുന്നു. ഷോൺ മത്സരിക്കുമ്പോൾ സഭ പിന്തുണയ്ക്കുമെന്ന് കരുതുന്നുണ്ടോ? ഞാൻ എൻ്റെ പിതാവ്, ഞാൻ എൻ്റെ അപ്പനേക്കാൾ എന്ന് വേണേൽ പറയാം, അത്രയും ബഹുമാനത്തോടു കൂടി കാണുന്ന എൻ്റെ കലറങ്ങേട്ട പിതാവ്. ഞാൻ പിതാവിനെ പോയി കണ്ട് പിതാവെ, ഞാനിങ്ങനെ മത്സരിക്കാൻ ആഗ്രഹിക്കുന്നു. ഞാൻ ഏത് കാര്യവും പിതാവിനോട് ചോദിക്കാതെ ചെയ്യാറില്ല. പിതാവ് ഒന്നും പറയുന്നതിന് മുമ്പ് ഞാൻ അങ്ങോട്ട് പറഞ്ഞു, പിതാവെ, 3 പേരും പാലാ രൂപതക്കാരാണ്. 3 പേരും ഈ രൂപതയിലെ അങ്ങയുടെ കുഞ്ഞാടുകളാണ്. അങ്ങയുടെ അനുഗ്രഹവും പ്രാർത്ഥനയും മാത്രം എനിക്ക് മതി. സ്വാഭാവികമായിട്ട് അങ്ങനെ പൊളിറ്റിക്കലി നിലപാടൊന്നും സഭ ഒരിക്കലും സ്വീകരിക്കില്ല. അങ്ങനെ അനുഗ്രഹവും പ്രാർത്ഥനയും എനിക്കുണ്ടാകണം മാത്രമേ ഞാൻ പറഞ്ഞു. കാരണം അങ്ങനെ നിലപാടെടുക്കേണ്ട കാര്യമില്ല. അങ്ങനെ ഒരു നിലപാടെടുത്താൽ അതെനിക്ക് അനുകൂലമായിരിക്കുമെന്ന് എനിക്ക് നല്ല വിശ്വാസമുണ്ട്. പക്ഷേ പിതാവ് പിതാവ് അങ്ങനെ നിൽക്കേണ്ട ആളാണ്, അല്ലേ? എല്ലാവരെയും ഒരുപോലെ അങ്ങനെ നിൽക്കുന്ന ആളാണ്. കലറങ്ങാട്ട് പിതാവിൻ്റെ ഭാഗത്ത് ഒരു ചെറിയ തെറ്റ്, 1% തെറ്റ് നമുക്ക് ഒരു കാര്യത്തിലും, അതായത് അഡ്മിനിസ്ട്രേറ്റീവ് കാര്യങ്ങളിലാണെങ്കിലും അതുപോലെ തന്നെ വിശ്വാസപരമായ കാര്യങ്ങളിലാണെങ്കിലും 1% തെറ്റ് നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ കഴിയാത്ത ഒരാളാണ് കലറങ്ങാട്ട് പിതാവ്.